അലമേലു, എനിക്ക് നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ട്. പറയടാ. നമ്മുടെ സ്നേഹം ബ്രേക്ക് ചെയ്തേക്കാം. എന്താ? എപ്പോഴാണ് വിനായകൻ ചേട്ടന്റെ 5ാമത്തെ അനിയനായത് അപ്പോൾ തന്നെ ഞാൻ എൻ്റെ 5 മോഹങ്ങളും അടക്കി കളഞ്ഞു. ഇനി മുതൽ എനിക്ക് പ്രേമമില്ല, കല്യാണമില്ല, ആദ്യരാത്രിയുമില്ല. എടനാഴി വെച്ച് നീ എന്റെ ചുണ്ട് കടിച്ചു പൊട്ടിച്ച് കീറുന്നതിന് മുമ്പ് ഈ കാര്യം എന്നോടൊന്ന് പറഞ്ഞു കൂടായിരുന്നോ നിനക്ക്? അയ്യോ, എന്റെ ഫീലിങ്സ് ഒന്ന് മനസ്സിലാക്കേ. വിളിക്കുന്നോടാ. നിങ്ങൾ ഓരോരുത്തരെ പ്രേമിച്ച് പറ്റിക്കുന്ന സമയത്ത് ചേട്ടാ ചേട്ടാന്നൊക്കെ വിളിക്കാറില്ലേ? അതുകൊണ്ട് ഞങ്ങൾ അക്കെ ആക്കെ ആക്കെ എന്ന് വിളിക്കുന്നത്. ആക്കെ 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 എന്നെ എത്ര കുലുക്കിയാലും എന്റെ മനസ്സ് കുലുങ്ങിലിടിച്ച് ആക്കെ. എന്റെ അനിയന്മാരാണ്. ഇങ്ങനെ ഒളിഞ്ഞൊളിഞ്ഞ് പ്രേമിച്ചോണ്ടിരുന്ന എങ്ങനെയാ? എല്ലാരെയും അറിയിച്ച് എപ്പോഴാ കല്യാണം കഴിക്കുന്നത്? വീടിന്റെ മുറ്റത്ത് വലിയ പന്തലിട്ട് നാട്ടുകാരെല്ലാം വിളിച്ച് നാദസ്വര മേളത്തോടെ ഇങ്ങനെ ഒരു കല്യാണം ആദ്യമായിട്ടാണ് നാട്ടുകാർ മൂക്കത്ത് വിരല് വെക്കണം. അതിനു മുമ്പ് നിന്റെ കട്ടപ്പുകയാ വക്കീലേ. ചേട്ടന്റെ അടുത്ത് നിത്യാനന്ദന്റെ ബിൽഡപ്പ് കാണിച്ച് ഇവിടെ ഇരുന്ന് മീശ പിരിച്ച് ഉല്ലസിക്കാണല്ലേടാ. ഈ ഒതുക്കത്തിൽ നടന്ന മാറ്റർ ഈ നാട് മൊത്തം ഞാൻ വിളിച്ചു പറയാൻ പോവാ. കാണിച്ചു തരാടാ, എടാ സതീഷേ, സുരേഷ് എന്താ ചെയ്തെന്നറിയാവോ? എടാ ഞാൻ പറയുന്നൊന്ന് നീ കേക്കടാ. ഇവിടുന്ന് പോവാനാ പറഞ്ഞ? അവൻ ചെയ്ത ആവാസം നീ ഒന്ന് കേക്കടാ. നിന്നോടാ പറഞ്ഞ ഇവിടുന്ന് പോവാൻ. നീ എന്താടാ പതിവില്ലാതെ തന്നെ ഓടിക്കാൻ നോക്കുന്നേ? ജെട്ടിയിടാതെ കുളിക്കാ. എവിടെ? എനിക്ക് ഇനി ശ്വാസം പിടിച്ച് നിൽക്കാൻ വയ്യ. ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടി മുങ്ങട്ടെ. എത്ര നാളായി? 4 വർഷമായിട്ട്. 4 വർഷമായെന്നോ? 7 വർഷം. 7 വർഷമോ? സത്യം പറയടാ, നിന്റെ കൊച്ചുങ്ങളെല്ലാം ഏത് സ്കൂളിലാടാ? ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. ഞങ്ങൾ നല്ല കുടുംബത്തിൽ ജനിച്ചവരാ. അപ്പൊ ഞാൻ എന്റെ ആകാശത്തിൽ നിന്ന് പൊട്ടി വീണെന്നാണോ പറയുന്നേ? നിങ്ങൾ കാരണം ഞാൻ എന്റെ അലമേലുവിനെ പറപ്പിച്ചില്ലേ? നിന്നെ വിടില്ലടാ, ഇടിച്ചു നിന്റെ പരിപ്പ്. ഇപ്പൊ തന്നെ എല്ലാ കാര്യവും ഞാൻ ചേട്ടനോട് പോയി പറയടാ. നീ എന്റെ കബഡി കളിക്കുകയാണോ? എന്തിനിങ്ങനെ ആലോചിക്കുന്ന? ഒന്ന് വേഗം ആവട്ടെ. എന്താ വീണ്ടും ആ ടാങ്കിനകത്ത് കടന്ന് കുളിക്കാൻ പോകുവാണോ? ഒന്ന് നിക്ക്. ഈ കാര്യം നിങ്ങളുടെ ചേട്ടന്റെ അടുത്ത് പോയി പറയുന്നതും പാണ്ടിലോരയ്ക്ക് തല വെക്കുന്നതും ഒന്നും ബാക്കിയുണ്ടാവില്ല. ചെറുപ്പത്തിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ കോപ്പി അടിക്കുമ്പോൾ ടീച്ചർ പിടിച്ചാൽ എന്താ ചെയ്യുന്നേ? മിസ് ഞാൻ മാത്രമല്ല കോപ്പി അടിച്ചത് മിസ്, ഇവനും കോപ്പി അടിച്ചെന്ന് പറഞ്ഞ് അടുത്തിരിക്കുന്നവനെയും ഒറ്റിക്കൊടുക്കാറില്ലേ? അതേ ഫോർമുല തന്നെയാണ് നിങ്ങളുടെ ചേട്ടന്റെ അടുത്ത് ഉപയോഗിക്കാൻ പോകുന്നത്. ഇതിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഒറ്റിക്കൊടുക്കാൻ പോകുന്നത് അടുത്തുള്ള ചെറുക്കനെയല്ല, ആ ടീച്ചറിനെ തന്നെയാണ്. നമ്മളെ പോലെ തന്നെ നിങ്ങളുടെ ചേട്ടനെയും ലവിന് വഴിയൊരുക്കി കൊടുത്താ നടത്തി കാണിക്കുമടാ. ഐസ് കൊള്ളാല്ലേ? നല്ലതാടാ. എന്താടാ പഠിക്കേണ്ട സമയത്ത് ഐസ് നിന്നോണ്ടിരിക്കുകയാണ്? പോടാ, പോയി പഠിക്കേ. അതെ, നമുക്ക് പോകാം. പിന്നെ എന്ത് ചെയ്യാനാ? ആ പിള്ളേരവിടെ ഇരിക്കുന്ന കണ്ട് നിന്റെ ചേട്ടൻ അടിക്കാൻ പോയില്ലേ? അങ്ങോട്ടൊന്ന് നോക്കിക്കേ. അങ്ങേരുടെ വയസ്സിനും നരയ്ക്കും എന്തെങ്കിലും ബന്ധമുണ്ടോടാ? ഈ നാട്ടിലെ വലിയ പുള്ളിയാ. ഈ നരച്ച മുടിയും കൊണ്ട് മുഖ്യമന്ത്രി കളിച്ചാൽ ആരെങ്കിലും പ്രേമിക്കുവോ? എന്റെ ചേട്ടന്റെ തല നരച്ചതിന്റെ കാരണം എനിക്ക് മനസ്സിലായി. അതെങ്ങനെ? ആ ചായക്കടക്കാരൻ ഓരോ 10 മിനിറ്റിനും ചേട്ടന് കട്ടൻ ചായ കൊടുത്ത് മുടി നരപ്പിച്ചതാ. ചായക്കടക്കാരാ. എന്താ വേണ്ടേ? ബായേ, കച്ചവടം കൂടാൻ വേണ്ടി ഒരു ദിവസം 15 ചായ ഉമാരുടെ ചേട്ടന് കൊടുത്ത് 3/4 ഭാഗവും ഈ പരുവത്തിലായി. ബാക്കി 1/4 ഭാഗം കൊണ്ട് കല്യാണം കഴിപ്പിക്കാനായി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുക. അത് നീ ചായ കൊടുത്ത് കുളവാക്കല്ലേ. ഇവർക്ക് സത്യം ചെയ്ത് കൊടുക്ക്. നിന്റെ കടയ്ക്ക് ഒന്നും സംഭവിക്കില്ല. ആരേ ബായ്, നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നത്? എന്റെ അടുത്ത് ജോലിക്ക് വരുമ്പോ നിങ്ങളുടെ ചേട്ടന് 15 വയസ്സ്. രാവിലെ മുതൽ നിന്ന് ഗ്ലാസ് കഴുകിക്കൊണ്ടേയിരിക്കും. ഉച്ചയ്ക്ക് ഉണ്ണാൻ പാടാന്ന് വിളിച്ച് ഒരു പൊതി ചോറ് കൊടുക്കും. അത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് കുതിര വേഗത്തിലാ അവൻ ഓടുന്നത്. എങ്ങോട്ടാടാന്ന് ചോദിച്ചാ അനിയന്മാർക്ക് ചോറ് കൊടുക്കാനാന്ന്. അപ്പൊ നിനക്കൊന്ന് ചോദിച്ചാ എനിക്ക് ചായ മതി ബാ എന്ന് പറയും. മാഷാ അല്ലാ, ചായ കുടിച്ചാടാ നിന്നെയൊക്കെ വളർത്തിയത്. അവൻ കുടിച്ചു ശീലിച്ചു, ഞാൻ കൊടുത്തു ശീലിച്ചു. നിനക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ചെയ്തോടാ. ചേട്ടൻ നമുക്ക് ഇതുവരെ ഒരു കുറവും വരുത്തിയിട്ടില്ലടാ. ചേട്ടന് വേണ്ടി നമ്മൾ എന്താ ചെയ്തേ? ഇനി നമുക്ക് ജീവിതത്തിൽ ഒരു സന്തോഷം വേണ്ട. എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായാലും
ചേട്ടനെ കൊണ്ടൊരു പെണ്ണ് കെട്ടിക്കണം. അത് നടക്കുവോ? നടക്കും. ഈ ലോകത്തിൽ മനുഷ്യനായി പിറന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു പ്രേമകഥ ഉണ്ടാകും. പേര് കേട്ട ഹിറ്റ്ലറിന് പോലും ഒരു ലവ് സ്റ്റോറി ഉണ്ടായിരുന്നു. നിങ്ങളുടെ ചേട്ടനും കൗമാര പ്രായത്തിൽ എന്റെ എല്ലാം എല്ലാം അല്ലേ, എന്റെ ചെമ്പരും തല്ലേ, നിന്നെ വലയിലാക്കുമെന്ന് തീർച്ചയായിട്ടും ഒരു ഡ്യൂറ്റ് പാടിയിട്ടുണ്ടാവും. അത് നമ്മളെങ്ങനെ അറിയും? നിങ്ങളുടെ ചേട്ടനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് അറിയുന്ന ഏതെങ്കിലും ഒരുത്തൻ നമ്മുടെ വരവും കാത്ത് തീർച്ചയായിട്ടും കാത്തിരിക്കുന്നുണ്ടാവും. പിള്ളേരെല്ലാം ഉറങ്ങിയോ? ഓ വാതിലെല്ലാം അടച്ചോടി. ഓ അടുക്കളയുടെ കഥ അടച്ചോ? ഓ ബെഡ്റൂമിന്റെ കഥ കടച്ചോ മോളെ? നീ ജനൽ മാത്രം അടച്ചില്ലല്ലേടി? നീയൊക്കെ എന്തിനാടാ ഈ നേരത്തെ വന്ന് സ്വർഗത്തിലെ കട്ടുറുമ്പാകുന്നത്? എന്നെ ജീവിക്കാൻ അനുവദിക്കില്ലല്ലേ? അതിന് ഞങ്ങൾ അങ്ങനെ പറഞ്ഞു. ഞങ്ങളുടെ ചോദ്യത്തിന് വേഗം ഉത്തരം പറഞ്ഞ ഞങ്ങൾ അങ്ങ് പോയേക്കാം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലെങ്കിലുണ്ടല്ലോ, തന്റെ മക്കളെ ഞാൻ ഇപ്പൊ വിളിച്ച് എണീപ്പിക്കാൻ പോവാ. എന്തിനാടാ ബ്ലാക്ക് മെയിൽ ചെയ്തത്? ഈടാ നിങ്ങൾ മാത്രം ഭാര്യയായി കൊഞ്ചിക്കൊണ്ടിരിക്കും. എന്റെ ചേട്ടൻ ഒറ്റത്തടിയെ കഴിയണമെന്ന്. എടാ നിന്റെ ചേട്ടൻ കല്യാണം കഴിക്കില്ലെന്ന് വാശി പിടിച്ച ഞങ്ങൾ എന്ത് ചെയ്യാനാ? അതുകൊണ്ട് തന്നെയാ ചേട്ടന്റെ ഫ്ലാഷ് ബാക്ക് ഒക്കെ ഞങ്ങൾക്ക് ഇന്ന് മനസ്സിലാക്കണം. പറ 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 ചേട്ടൻ ചെറുപ്പത്തിൽ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? പ്രേമമല്ല, വഴക്ക് 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 മാത്രം. ചുമ്മാതിരിക്കടാ. ഈ മോന്ത കണ്ട് ബോറടിച്ചിരിക്കുക. ദൈവം ഇതൊന്ന് വേഗം പറ. അന്ന് ഞാനും വിനായകനും നാഗമ്പടത്ത് 6ാം ക്ലാസ്സിൽ പഠിച്ചോണ്ടിരിക്കുക. അന്ന് സ്കൂളിലെ ഒരു മത്സരം ഉണ്ടായിരുന്നു. സുഖസാരമായി ദേവി നിന്മൈ വാർത്തോര ദൈവം അടുത്തതായി നടക്കുവാൻ പോകുന്നത് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഗോപിക ദേവിയുടെ നൃത്തമാണ്. സർവം ബ്രഹ്മമയം രേ രേ സർവം ബ്രഹ്മമയം. എടാ, ആ പെണ്ണിന്റെ പേര് ഗോപിക ദേവി എന്നാ. പേര് നല്ല ഭംഗിയുണ്ടല്ലേ. കനക ചിലങ്ക കിളിങ്ങി കിളിങ്ങി, കാഞ്ചന കാന്തി കുണുങ്ങി കുണുങ്ങി. ഗോപിക ദേവി ഇതാ. ഹായ്, നാരങ്ങ വിട്ട എനിക്കിത് ഇഷ്ടാ വിനായക. ഗോപു വാടി പോകാം. എന്നെ ഗോപുന്ന് വിളിക്കൂ. ഗോപു സുബു. എടാ സുബു സുബു, ഗോപിക ദേവിയുടെ ഓമന പേര് ഗോപു എന്നാടാ. ജഗദീശ്വരി. ജഗദീശ്വരി. ഗോപു ആ ഗോപു. അപ്പം നിങ്ങളുടെ ചേട്ടൻ ഗോപികയെ ഗോപിക എന്നും പറഞ്ഞ ആ പെണ്ണിന്റെ പുറകെ എങ്ങനെ ചുറ്റി അങ്ങ് നടക്കും. നമുക്ക് ഇപ്പൊ തന്നെ പുറപ്പെടാല്ലേ? അവളെ എവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ പൊക്കിയിരിക്കും. ആ ചേട്ടന് നമ്മൾ കല്യാണം നടത്തുന്നു. Come on, go, 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 go. അപ്പൊ ആ 4 പേരെ നിങ്ങൾ എന്ത് ചെയ്യും? ഏത് 4 പേര്? ഗോപിക ദേവിയുടെ ഭർത്താവിനെ 3 പിള്ളേരെ. എന്താടോ പറയുന്നത്? ആ ഗോപിക ദേവി കുടുംബത്തോടെ ശിവഗിരിയിൽ അങ്ങ് സെറ്റിലായി. കഴിഞ്ഞ മാസം ക്യാമ്പിന് പോയപ്പം കണ്ടതാ. ഉണ്ടായിരുന്നു ഒരേ റൂട്ട്, അതും ഇപ്പോൾ ഡെഡ് എൻഡ് ആയല്ലോ. അതെ, നിന്റെ ചേട്ടൻ ഇനി താലയൊന്നും കെട്ടാൻ പറ്റില്ല. വേണമെങ്കിൽ തലയിൽ ഒരു തോർത്ത് കെട്ടിക്കോട്ടെ. നിക്കടാ. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ചേട്ടന് ആ പെണ്ണിനേക്കാളും ഗോപികാദേവി എന്നുള്ള ആ പേരിനോടാ ഇഷ്ടമെന്ന് തോന്നുന്നു. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, അതേ പേരിലുള്ള ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് ചേട്ടന്റെ മുന്നിൽ കൊണ്ട് നിർത്ത്. ചേട്ടൻ അപ്പൊ തന്നെ വീഴും. ഡാ, ഒന്ന് വേഗം കൊടുക്കടാ. ഈ ഇൻസ്പെക്ടറിന് കൊടുക്കാനാണോ? നീ ഡയലോഗ് അടിച്ചോണ്ടിരിക്കാതെ വേഗം ഒന്ന് ഒപ്പിട്ട് കൊടുക്കടാ. വക്കീലേ, ദിവസവും മര്യാദയ്ക്ക് ഇവിടെ ഒന്ന് ഒപ്പിടാൻ പറയണം. ഇല്ലെങ്കിൽ ഇവന്മാരുടെ കേസുകളെല്ലാം കൂടെ തന്റെ തലയിൽ വെച്ചേരും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കേ. സാർ, സാറിന്റെ കയ്യിലുള്ള ഫയലുകളൊക്കെ തപ്പി ഗോപിക ദേവിന്ന് സ്ട്രോങ് ആയിട്ടുള്ള ഏതെങ്കിലും പെൺകുട്ടികളിലേക്ക് പറ. ഞങ്ങളുടെ ചേട്ടനെ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി. ഇവൻ എന്താ പറയുന്നത് വക്കീലേ? സാർ ദേഷ്യപ്പെടണ്ട. ദേവി ആയതുകൊണ്ടാണോ ക്ഷേത്രങ്ങളോടും വിഗ്രഹങ്ങളോടും ഇത്രയും താല്പര്യം? നിങ്ങൾക്ക് ഗോപിക എന്ന് പേരിട്ടത് ആരുടെ താല്പര്യം അനുസരിച്ചാണ്? ദയവ് ചെയ്ത് അതൊന്ന് പറയാമോ? ശ്രോതാക്കളെ, നിങ്ങൾ കേൾക്കുന്ന ഈ പരിപാടി ഇപ്പോൾ പത്മനാഭ സ്വാമി എവിടെയാടാ ഈ പോകുന്നത്? പരിപാടി അടുത്ത ആഴ്ച വീണ്ടും സംപ്രേഷണം ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് സംസാരിച്ചത് പ്രമീള. ഗോപിക ദേവിയാണ്. പിടിച്ചോ. ആരാ? ഗോപിക ദേവിയാണോ? ഗോപിക ദേവി, സൂക്ഷിച്ച് സൂക്ഷിച്ച്. ഗോപിക ദേവി, സൂക്ഷിച്ച്. എടാ, നമ്മുടെ ഗോപിക ദേവി. ആദ്യം ഈ ഗോപിക ദേവിനെ ചേട്ടൻ എങ്ങനെയാണ് ഒപ്പിച്ചു കൊടുക്കാന്ന് ആലോചിക്ക്. പിള്ളേരെല്ലാം സ്കൂളിൽ പോയേക്കുവാണോ? ഓ ഫ്രണ്ടിലെ കഥ കടച്ചല്ലോ അല്ലേ? ഓ അടുക്കളയുടെ കഥ അടച്ചല്ലോ അല്ലേ? ഓ. ജനൽ അടച്ചിട്ടുണ്ടല്ലോ അല്ലേ? അലമാരിയുടെ കഥകും കൂടി അടച്ചിട്ടുണ്ട് നീ. എങ്കിൽ ശരി. ബെഡ്റൂമിൽ ഇവനെന്തിനാ എന്നെ ഇപ്പൊ വിളിക്കുന്നത്? ഹലോ, നിങ്ങൾ പറഞ്ഞ പോലെ ഗോപിക ദേവി ഞങ്ങൾ കണ്ടുപിടിച്ചു. അങ്ങനെയാണോ?
അമ്പലത്തിലെ കൊത്തുപണികളൊക്കെ ചെയ്യുന്ന ഗ്രൂപ്പിൽ പെട്ടതാ. അങ്ങനെയാണോ? ഓ, കളക്ടറെ തന്റെ പവർ യൂസ് ചെയ്ത് നമ്മുടെ നാട്ടിലെ അമ്പലം മിനുക്ക് പണി ചെയ്യാൻ ഇവളെ വിളിച്ചു വരുത്തി നമ്മുടെ വീടിന്റെ അടുത്ത് താമസിപ്പിക്കണം. ചേട്ടൻ ഇവളെ കണ്ടേ മതിയാവൂ. അങ്ങനെ തന്നെ ചെയ്യാം. ലെസൺ കെയർഫുള്ളി. ഇത് നിങ്ങൾ ഉടനെ തന്നെ ചെയ്യണം. ഇനി ചെയ്തില്ലെങ്കിൽ ഇന്ന് രാത്രി നിനക്ക് ആപ്പിൾ തിന്നാൻ പറ്റിയാല. വേണ്ട വേണ്ട, ഉടനെ തന്നെ ആ പെണ്ണിനെ ഞാൻ വീടിന്റെ അടുത്ത് തന്നെ താമസിപ്പിക്കാം. എന്താ, മതിയോ? നീ പറയുന്ന പോലെ അനുസരിക്കാം. നീ എല്ലാ കഥകളും തുറന്നിട്ടേക്ക് മോളെ. ഓ ഭാര്യയുടെ കൂടെ അടിച്ചു പൊളിക്കേണ്ട ഈ നേരത്ത് കണ്ടില്ലേ കരോളിന് പോകുന്നവരെ വിളിച്ചു വരുത്തി ബാധ്യം കൂട്ടിക്കൊണ്ടിരിക്കുക. ഡൗട്ട് 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 മാരേജ് ഡൗട്ടാ. പറയടാ കളക്ടർ കുട്ടാ, ഒരു ചെറിയ സഹായം പറഞ്ഞോടാ. അടുത്ത വീട്ടിലെ ഈ ശില്പങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്ന പെണ്ണുങ്ങൾ വന്നിട്ടുണ്ട്. അവരെല്ലാം എനിക്ക് വേണ്ടപ്പെട്ടവരാ. അവർക്ക് ഗേറ്റിന്റെ താക്കോല് മാത്രമേ കൊടുത്തുള്ളൂ, റൂമിന്റെ താക്കോല് കൊടുത്തില്ല. അതിന്റെ താക്കോല് നിന്റെ ടേബിളിൽ ഇരിക്കുക. ആ അതെ, ഇവിടെ ഉണ്ട്. അതൊന്ന് കൊണ്ട് കൊടുക്കുവോ പ്ലീസ്? ലൂസ് ആണോട്ടോ നിനക്ക്? ഞാനത് ചുമ്മാ ഇരിക്കണം നീ വിചാരിച്ചേ? ഒരുപാട് ജോലിയില്ലേ? പട്ടാടെ തിന്നുന്നൊക്കെ നിന്റെ ചേട്ടനൊരു ജോലിയാണെന്ന്. ഇതുപോലെ ലുട്ടിലുടുക്ക് പണിക്കല്ലേ VK പെരുങ്കുഴിയെ വീട്ടിൽ നിർത്തിയേക്കുന്നേ. വക്കീലിനെ വല്ലാതെ അങ്ങ് നാണം കെടുത്തി കളഞ്ഞല്ലേ. ഇപ്പൊ ഞങ്ങളുടെ ബന്ധം എന്താന്ന് നിങ്ങൾ നോക്കൂ. അതേടാ, നീ താക്കോൽ എടുത്തോണ്ട് അടുത്ത വീട്ടിൽ ചെന്ന് ഗോപികാദേവി എന്ന് വിളിക്കുമ്പോ നല്ല സുന്ദരിയായ ഒരു പെണ്ണിറങ്ങി വരും. അവിടെ കയ്യിൽ താക്കോല് കൊടുത്തിട്ട് ഉടനെ നീ തിരിച്ചു പോരും. എടാ വിനായക, നീ എന്നോട് വെച്ചേക്കുന്ന സ്നേഹം. തന്നെ നാണം കെടുത്തെന്ന് കേട്ടിട്ട് എന്റെ തൊലിയാ ഉരിഞ്ഞു പോയത്. അല്ല, താൻ ആരും ആടേ? ഞാനോ? എടോന്നോ വലിയ ബിൽഡപ്പ് ആയിരുന്നല്ലോ. ഗോപികാദേവി എന്നുള്ള പേര് കേട്ടാ തന്നെ ചേട്ടന്റെ മനസ്സിളകുമെന്ന്. ആ പേര് കേട്ടപ്പോ തന്നെ ഫോൺ കട്ട് ചെയ്തു. തട്ടിയേക്കല്ലേ ഇയാളങ്ങ് തട്ടിയേക്ക. അതെ, ഇയാൾ ഒരു കളക്ടറാ. കക്കൂസിനകത്ത് കയറി തട്ടിക്കോ തട്ടിക്കോ എന്ന് പറയുന്ന പോലെ ഉണ്ടല്ലോ ഇത്. ചെറുപ്പം മുതൽ വിനായകത്തിനെ എനിക്ക് നല്ലവണ്ണം അറിയാം. ആ പഴയ സ്നേഹം അവന്റെ ഉള്ളിലുണ്ടെങ്കിൽ ആ പാട്ടും കൂത്തും ഇപ്പൊ അവൻ നിർത്തും. പാട്ട് നിർത്തിയല്ലോ. ഇപ്പൊ ചന്തിക്ക് ചൂട് വെച്ച പോലെ ചാടി എഴുന്നേക്കുന്ന കണ്ടോ? ചേട്ടൻ എഴുന്നേറ്റല്ലോ. ഇനി കിഴക്കേ ഭാഗത്തേക്ക് 2 സ്റ്റെപ്പ് നടക്കുന്ന കണ്ടോണോ? ശരിയാ, നടക്കുന്നുണ്ട്. ഇനി അവൻ ഫോൺ എടുക്കുന്ന കണ്ടോണം. അയ്യോ, ശരിയാണല്ലോ. പറയടാ വിനായക, എന്താ? ഒന്നുമില്ല കളക്ടറെ. ഏത് പേരാ പറഞ്ഞേ? വിനായക. എന്റെ പേരല്ലടാ, ഏതോ പെണ്ണിന്റെ പേര് പറഞ്ഞില്ലേ? ഗോപികാദേവി. ഗോപികാദേവി. താക്കോല് ഞാൻ തന്നെ കൊണ്ടു കൊടുത്തോളാം. വേണ്ടടാ, നീ ഒരുപാട് കഷ്ടപ്പെടണ്ട. നിനക്ക് വേണ്ടി ഇതുപോലും ചെയ്തില്ലെങ്കിൽ എങ്ങനെ കളക്ടറെ? ശരി, നീ തന്നെ കൊണ്ടു കൊടുക്കൂ. പോ. പ്ലാൻ ഒന്ന്. ചേട്ടൻ ആദ്യമായിട്ടാ കണ്ണാടി നോക്കുന്നത്. അപ്പൊ ഇത്രയും ദിവസം വെട്ടുകല്ല് നോക്കിയാണോടാ ഷേവ് ചെയ്തോണ്ടിരുന്നത്? കളക്ടർ ഫോൺ എടുക്കുന്നില്ലല്ലോ. ഇനി എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യ്, വേഗം ലഗേജ് എല്ലാം എടുക്കും, അകത്തേക്ക് പോകാം. ചേട്ടൻ രാത്രി എവിടേക്ക് പോവാ? അടുത്ത വീട്ടിൽ താക്കോൽ കൊടുക്കാൻ എന്നോട് പറഞ്ഞു. കൊടുത്തിട്ട് വരാം. ഓ, ചേട്ടൻ ചെയ്യുന്ന എന്താ? ഞാൻ കൊടുക്കാലോ. അവസാനം വരെ നീയൊന്നും ചേട്ടത്തിന്റെ കയ്യിൽ നിന്ന് കഞ്ഞിവെള്ളം കുടിക്കില്ല. ഈ പന്നി തരുന്നേ കുടിക്കാൻ പറ്റൂ. ചുമ്മാ ഇരിക്കടാ. നീ അടുക്കളയിലേക്ക് ഒന്ന് ചെല്ല്, ഞാനിപ്പോ വരാം. വേഗം വാടാ, നമുക്ക് ചേട്ടന്റെ ലവ് എൻട്രി ഒന്ന് കാണാം. ഗോപികാദേവി, ഇത് പ്ലാൻ 2. ഗോപികാദേവി? അതെ, ഞാൻ തന്നെയാ. പറഞ്ഞോളൂ. കളക്ടർ ഈ താക്കോൽ കൊടുക്കാൻ പറഞ്ഞു.
താങ്ക്സ്. ബെയില് എന്താ പ്രാണി വല്ല അകത്ത് പോയോ? ആ സന്തോഷം. സന്തോഷാർന്നെങ്കിൽ പറഞ്ഞാ പോരെ. ബ്രോക്കർ പണി ചെയ്തതിന് ഇത്രയും സന്തോഷിക്കേണ്ട കാര്യമുണ്ടോ? ഒന്ന് നിന്നേ. വേറെ ഏതെങ്കിലും വിളിപ്പേരുണ്ടോ? ഗോപു. ഗോപു. തള്ളി സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാ, പക്ഷെ ഇപ്പൊ താനെ സ്റ്റാർട്ടാവും.